ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബൊഗൈൻവില്ല ചെടിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ല ഇപ്പോൾ നന്നായിട്ട് പൂക്കുന്ന സമയമാണല്ലോ. അപ്പോൾ പൂക്കൾ പോയി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ഇത് കണ്ടോ, ഇതുപോലെ ഇല കാണാതെ പൂക്കൾ ഉണ്ടാവാനും പെട്ടെന്ന് പൂക്കൾ കൊഴിഞ്ഞു പോവാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതേപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡ് ബൊഗൈൻവില്ലകൾ, നാടൻ ബൊഗൈൻവില്ലകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കമ്പ് കുത്തി പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഈ പീച്ച് കളറ് ബൊഗൈൻവില്ലയാണ്. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ കമ്പ് കുത്തി പിടിപ്പിച്ചെടുത്ത ചെടിയാണിത്, കണ്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഈ പിങ്ക് കളറ്, ഇതും ഒത്തിരി പ്രായമായ തൈയാണ്. അതിൻ്റെ തൈകളാണ് നമ്മുടെ ഈ ഇതിൻ്റെ ഇവിടെ നിൽക്കുന്ന എല്ലാ പിങ്ക് കളറും നമ്മൾ അതിൽ നിന്ന് തന്നെ കുത്തിപ്പിടിപ്പിച്ചതാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ കമ്പുകൾ കുത്തി നമുക്ക് ബൊഗൈൻവില്ല പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ യെല്ലോയുടെയും ഞാനൊരു കമ്പ് കുത്തി പൂക്കളുണ്ടായി വന്നിട്ടുണ്ട്. അത് യെല്ലോയുടെയും മദർ പ്ലാന്റ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വളരെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു ചെടി കൂടിയാണ് ഈ ബൊഗൈൻവില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഹൈബ്രിഡ് തന്നെ ഉണ്ട്, അതേപോലെ തന്നെ നാടനുണ്ട്, ഒത്തിരി ടൈപ്പുണ്ട്. കണ്ടോ, ഇതൊക്കെ ഹൈബ്രിഡാണ്. ഇതൊക്കെ ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ചെടുത്തതാണ്. ഇത് കണ്ടോ, നമ്മൾ കമ്പ് കുത്തി ഉടനെ തന്നെ ഇത് ബൊക്കെ പോലെ നിറച്ച് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഈ ഇതിൻ്റെ മദർ പ്ലാന്റാണ് ഈ നിൽക്കുന്നത്. ഇത് നിറച്ച് ഇപ്പോൾ 3-4 പ്രാവശ്യം പൂക്കളുണ്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പൂക്കളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ വെള്ളം അടിച്ച് കഴിയുമ്പോൾ കുറേയൊക്കെ പോവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ പൂക്കൾ മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് നല്ല ആ വെള്ളത്തിൻ്റെ നനവ് നന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഇതൊന്ന് പറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, അത് പുതിയ പൂക്കളുണ്ടായി വരും. ഈ പൂക്കൾ പഴയത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പിന്നെ പൂക്കളുണ്ടായി വരില്ല. അപ്പോൾ ഇങ്ങനെ പൂക്കളുണ്ടായി ഈ പൂക്കൾ കളറൊക്കെ മോശമായി കഴിഞ്ഞാൽ നമ്മളതൊന്ന് പറിച്ച് മാറ്റി കളയുകയാണെങ്കിൽ നമുക്ക് പുതിയ പൂക്കളുണ്ടാവും. അതുപോലെ കൂടുതൽ ഇലകളുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള ബൊഗൈൻവില്ല ഉണ്ടോ, ഈ കളറ് കണ്ടോ, ഈ കളറ് തന്നെ ഡിമ്മായി പോയതാണിത് കണ്ടോ. ഒത്തിരി നാളായിരുന്നു പൂവുണ്ടായിട്ട് ആ പൂക്കൾ ഇങ്ങനെ പോയി വന്നപ്പോൾ 4-ാമത്തെ പ്രാവശ്യമാണ് അതേ കണ്ടോ, അതേ പൂക്കൾ വീണ്ടും നിറച്ചുണ്ടാവും. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നത് നമ്മളൊന്ന് പറിച്ച് മാറ്റി കൊടുക്കണം. ഈ പഴയ പൂക്കൾ നമ്മളിതൊന്ന് പറിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കടക്കിൽ നനവ് നിൽക്കും. പിന്നെ നമ്മൾ ഈ പൂക്കൾ ഒത്തിരി നാൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നനയ്ക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ പൂക്കളുമ്മ വെള്ളം വീഴിക്കാതെ കടഭാഗം മാത്രം നനച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 നേരം നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ബൊഗൈൻവില്ലയ്ക്ക് ഒരു നേരം നനച്ച് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ മണ്ണ് ഒത്തിരി കുതിർന്ന് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇലകളാവും, പൂക്കളുണ്ടാവാതെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് ഒരു പ്രത്യേക കളറല്ലേ, പീച്ചും പിങ്കും എല്ലാം കൂടിയുള്ള കളറാണ്. ഇതിന് ഇല പോലും ഇല്ലാതെ പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതും 3-ാമത്തെ തവണയാണ് നമുക്കിതുപോലെ പൂക്കൾ തരുന്നത്. അപ്പോൾ ഈ പൂക്കൾ പോയി കഴിയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഇതേപോലെ നമ്മൾ ഈ ചെടീനെ ഒന്ന് ഒരുക്കിയെടുക്കുക എന്നുള്ളത്. ഇങ്ങനത്തെ ചീത്തയായ പൂക്കളൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുക്കുക. ഇതൊക്കെ ഹൈബ്രിഡ് ഇനമാണ് കേട്ടോ. ഇതൊക്കെ ഹൈബ്രിഡാണ്. ഇതിൻ്റെ തന്നെ ഈ ലാവൻഡറിൻ്റെ തന്നെ ചെറിയ ഇനമാണിത്. ഇതും ഹൈബ്രിഡാണ്. ഇതൊക്കെ ഞാൻ കമ്പ് കുത്തി പിടിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഈ ഹൈബ്രിഡ് ഇനത്തിൻ്റെ ഒന്നും കമ്പ് കുത്തിയാൽ പിടിക്കില്ല എന്ന്. പക്ഷേ ഞാനിതൊക്കെ കമ്പ് കുത്തി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പ് കുത്തി പിടിപ്പിക്കാൻ പറ്റും. ഇത്രയും കനമുള്ളൊരു കമ്പ് മതി കണ്ടോ. നമ്മുടെ ഇത്രയുള്ളൊരു കമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെടികൾ, ഞാനിപ്പോൾ ഇതിൽ നിന്ന് തന്നെ 3 ചട്ടികളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൊരു കമ്പ് മതി. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതലായിട്ടുള്ള ഇലകൾ നമ്മൾ ഇതേപോലെ ഒന്ന് പറിച്ച് കളയാം. കണ്ടോ, ഇതേപോലെ ഒന്ന് പറിച്ച് കളയാം. തളിരിലകൾ മാത്രം നിർത്തുക കേട്ടോ. നമ്മളിപ്പോൾ ഈ സൈഡുകളിൽ നിന്നൊക്കെ പൊടിച്ച് വന്നെ ഒന്നും നമ്മൾ കളയണ്ട. ഇതേപോലെ വലിയ ഇലകളൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ആക്കിയെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് കറ്റാർവാഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് അതിൻ്റെ ജെല്ലൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ചെറിയ ചട്ടിയിലോട്ട് ഈ മണൽക്കൂട്ട് കൂടുതലുള്ള ചട്ടി കണ്ടോ, ഇതിൽ ഞാൻ കുറച്ച് കരിയിലാണ് അടിയിലിട്ടേക്കുന്നത്. അതേപോലെ മണൽ കൂടുതലുള്ള ചട്ടിയുടെ അകത്തോട്ട് നമ്മളൊന്ന് കുത്തി കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ നിറച്ച് ഇലകളും വന്ന് ഇതുപോലെ, ഇതൊക്കെ ഞാൻ നട്ടിട്ട് ഒത്തിരി നാളായതല്ല കേട്ടോ. ഇതിന്ന് തന്നെ കുത്തിപ്പിടിപ്പിച്ച് ഉണ്ടായ വഴി നിറച്ച് പൂക്കളായേക്കണതാണ്. ഈ ചെടിയിൽ നിന്ന് തന്നെ നമ്മൾ കുത്തി പിടിപ്പിച്ചെടുത്തതാണ്.
അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ബൊഗൈൻവില്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി കമ്പുകൾ കുത്തി ഇതേപോലെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വെറുതെ ഈ ബൊഗൈൻവില്ലൊക്കെ ഈ സമയത്ത് വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. 200-250 രൂപയൊക്കെ ആവും ഒരു ചെറിയ ഒരു ഇതേപോലെ ഒരു ചട്ടിയിൽ നമ്മൾ ബൊഗൈൻവില്ല വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നൊരു കളറാണ് കേട്ടോ ഇത് കണ്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. ഇതിന് 250 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി തൈകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ലാവൻഡർ എൻ്റെ അടുത്തുണ്ട്. ഞാൻ ആദ്യം കാണിച്ച ലാവൻഡർ അതിൻ്റെ തന്നെ വൈറ്റാണിത്. അപ്പോൾ ഇല്ലാത്ത കളർ നോക്കി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പനി കുത്തി നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ പൂക്കൾ നമ്മളിത് കമ്പ് കുത്തി കൊടുത്തിട്ട് വളർന്നു വരുന്നത് വരെ നമ്മൾ പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള വളം കൊടുക്കരുത്. വളരാനായിട്ടുള്ള നമുക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്ക് അതുമാതിരി ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൂക്കൾ ഉണ്ടാവുന്ന സമയമാകുമ്പോൾ നമ്മൾ 19-19-19-19 കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഇതേപോലെ ഇല കാണാതെ നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളുണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലം മൊത്തം ബൊഗൈൻവില്ല നിറച്ച് പൂത്ത് നിൽക്കുകയും ചെയ്യും, കാണാൻ നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് ബൊഗൈൻവില്ലയും ഇതേപോലെ ചെറിയ കമ്പുകൾ കുത്തി നമുക്കിങ്ങനെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ കൂടുതലായിട്ട് വരുന്ന ഇങ്ങനെ നീണ്ടു വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ചട്ടിയിൽ ബുഷ് പോലെ വരികയും ചെയ്യും. നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ശ്രമിച്ച് നോക്കൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്